ഹലോ, ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ രസം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനു വേണ്ട കഷ്ണങ്ങളെല്ലാം ആദ്യം നമ്മൾ നുറുക്കിയെടുക്കണം. അപ്പൊ ആദ്യം തന്നെ ഒരു 3 തക്കാളി എടുത്ത് അത് കട്ട് ചെയ്യുന്നുണ്ട്. നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് കുക്ക് ചെയ്യാൻ പോവാണെങ്കിലും അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ആദ്യം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം എനിക്ക്. അല്ലാതെ ആദ്യം ഒന്ന് സവാള കട്ട് ചെയ്തു അത് പിന്നെ ഇട്ടു അങ്ങനെ തിരക്ക് പിടിച്ച് ഇല്ല. ഞാൻ ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നോരോന്ന് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോ ഞാനപ്പോ എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കാണ്. അപ്പൊ തക്കാളി കട്ട് ചെയ്ത് വെച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി ആ കല്ലിൽ ഇട്ടിട്ട് ഇടിച്ചെടുക്കുകയാണ്. അപ്പൊ വെളുത്തുള്ളി റെഡി വന്നിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് തന്നെ ഞാൻ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആദ്യം കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഇതേപോലെ ഇടിച്ചു കൊടുക്കാം. എന്നിട്ട് എരിവ് മതിയാവില്ലാന്ന് രസം ഏകദേശം പാകമായി വരുമ്പോൾ എരിവ് മതിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് കുരുമുളക് എടുത്ത് ചതച്ചിട്ട് ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു പിടിയോളം കുരുമുളക് എടുത്ത് വെളുത്തുള്ളിയുടെ കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ പച്ചമുളക് നടു കീറിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇതേപോലെ 2 പീസാക്കിയിട്ട് ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്, 4 മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മുളക്, അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് എടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിലാണ് മുളകും കൂടെ. അപ്പൊ ആ എരിവും കൂടെ നിങ്ങൾ കണക്കാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ഷാലറ്റ്സ്, നമ്മുടെ ചെറുള്ളി, കുഞ്ഞുള്ളി എന്ന് പറയും അല്ലെ, ആ കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടിച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും കൂടെ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം. പിന്നെ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഈ ഒരു രസം ഉണ്ടാക്കാനായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ബാക്കി കുറെ കാര്യങ്ങൾ ലാസ്റ്റ് ചേർക്കുന്നതൊക്കെ കുറെ ഓപ്ഷനിലാണ്. ഇതിലിപ്പോ നമ്മൾ ഈ ഒരു ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അളപ്പത്ത് വെച്ചാൽ തന്നെ സംഭവം നമ്മൾ റെഡി ആവും. ബാക്കിയൊക്കെ നമ്മൾ അതിന്റെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതുപോലെ ഇരിക്കും. അപ്പൊ ഞാൻ എന്താ ഇവിടെ എടുത്തേക്കുന്നത് തക്കാളി, പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചത്, അതുപോലെ പുളിവെള്ളം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് അതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ. കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ടൈമിൽ നമുക്കത് കുതിർന്ന് നന്നായി തിരുമ്മി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ചീഞ്ഞട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകും അതേപോലെ ചെറുള്ളിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ ഉപ്പും പിന്നെ നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന പുളി നന്നായി തിരുമ്മി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും നമുക്ക് ആർബണായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് വേണം. ഓക്കെ, അപ്പൊ ഇത്രയും പൊടികൾ ഇപ്പൊ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തിരുമണം, കൈ കൊണ്ട് തന്നെ തിരുമ്മി എടുക്കണം. നമ്മൾ ചേർത്തേക്കുന്ന തക്കാളി ആണെങ്കിൽ ഉള്ളിയും പച്ചമുളകും എല്ലാം ഉടഞ്ഞു കിട്ടണം. അപ്പൊ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് നിങ്ങൾ തിരുമ്മി ഉടച്ചെടുക്കണം കേട്ടോ ഈ ഐറ്റംസ് എല്ലാം കൂടെ. കൈയൊക്കെ നീറുന്നവരൊക്കെ ഉണ്ടാവും, ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ഉള്ളവര്. അപ്പൊ അവര് വേറെ ആരെങ്കിലും കൊണ്ട് തിരുമിക്കായിരിക്കും നല്ലത്, കാരണം അത്യാവശ്യം കൈയൊക്കെ എരിയും. പക്ഷെ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ വളരെ അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലൊന്ന് ജസ്റ്റ് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നേരെ ജസ്റ്റ് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാലും രസമായി. വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. പിന്നെ ഈ വെളിച്ചെണ്ണ വെച്ച് നമ്മൾ ഉലുവ പൊട്ടിക്കുന്നതൊക്കെ സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ അരിഞ്ഞ് വെച്ചേക്കുന്നതിൽ നിന്ന് കുറച്ച് ചെറുള്ളിയാണ് അതിലേക്ക് ഇട്ടത്. ബാക്കി കുറച്ച് ചെറുള്ളി ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും മൂത്ത് കഴിയുമ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ ഈ ഒരു ഇതിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അതൊന്ന് തിളപ്പിച്ച് ഒന്ന് വഴച്ചെടുക്കാം. വഴണ്ട് വരുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന നമ്മൾ ആ ഒരു രസത്തിന്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഈ ഒരു ടൈമിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ രസം നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ എത്രത്തോളം വെള്ളം അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. രസം അങ്ങോട്ട് മിക്സ് ആയിട്ട് അതിലുള്ള ഐറ്റംസ് എല്ലാം നന്നായി തിളച്ച് ചേർന്ന് വരണം. അപ്പോഴാണ് ആ രസത്തിന് രുചി കൂടുള്ളൂ. ഓക്കെ, ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ പുളിയൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പുളി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവൊക്കെ നിങ്ങൾക്ക് പാകത്തിനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എരിവ് കുറവാണ്, കുരുമുളക് പോരാന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് എടുത്ത് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഇടുന്ന കായപ്പൊടി ആണെങ്കിലും അതേപോലെ രസത്തിന്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ ഓപ്ഷണലാണ്, കാരണം അതിൻ്റെ ഒന്നും
ഒരു ആവശ്യവും ഇല്ല. കാരണം നമ്മുടെ രസം നമ്മൾ ഈ കൈ കൊണ്ട് ഉടച്ചെടുക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു രുചി നിങ്ങൾക്ക് രുചിച്ച് ആ ഒരു ടൈമിൽ രുചിച്ചാൽ അറിയാം. അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ തന്നെ അടിപൊളി ടേസ്റ്റുള്ള ട്രഡീഷണൽ വേയിലുള്ള രസമായി. പിന്നെ ഇതൊക്കെ നമ്മൾ ടൈം ഉള്ളതുകൊണ്ട് ഒരു ആർഭാടത്തിൽ അങ്ങോട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ ആ ജസ്റ്റ് കൈ കൊണ്ട് ഉടച്ച് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.